ഇന്നലെ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു പൂനം പാണ്ഡെ മരിച്ചു എന്ന് കേട്ടപ്പോൾ. താൻ മരിച്ചിട്ടില്ല എന്നൊരു സന്ദേശം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് പൂനം പാണ്ഡെ. സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ആ ഒരു വീഡിയോ സന്ദേശം ഇറക്കിയതെന്നും പൂനം പറയുന്നു. ആളുകളെ വേദനിപ്പിച്ചതിന് പൂനം മാപ്പ് ചോദിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, വെറും ഒരു പ്രൊമോഷണൽ ഗിമ്മിക്കായിരുന്നോ അത്? ആര്യ, അങ്ങനെ തന്നെയാണ്. ബോധവൽക്കരണത്തിന് വേണ്ടി മാത്രമാണ് നിലവിൽ പൂനം പാണ്ഡെ ഇത്തരത്തിലൊരു സന്ദേശം ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് തൻ്റെ സമൂഹ മാധ്യമ ടീമായിരുന്നു ഇന്നലെ സെർവിക്കൽ ക്യാൻസർ ബാധിതയായി പൂനം പാണ്ഡെ അന്തരിച്ചു എന്നുള്ള വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അല്പം മുൻപ് ഒരു 20 മിനിറ്റ് മുൻപാണ് ഒരു വീഡിയോ സന്ദേശം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ പൂനം പാണ്ഡെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു കാര്യം തന്നെ പറയുന്നുണ്ട്. അതായത് ഈ സെർവിക്കൽ ക്യാൻസർ എങ്ങനെയൊക്കെ പ്രശ്നമാകുന്നു, മാത്രമല്ല അത് ചെറുക്കാൻ സാധിക്കും, അതിനെ എങ്ങനെയൊക്കെ ചെറുക്കാമെന്നും അതിന് ഈ ഗർഭാശയ ക്യാൻസറിൽ ബാധിതരായി മരിച്ചുപോയ സ്ത്രീകൾക്ക് ആദരമർപ്പിക്കുന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ സന്ദേശമാണ്. അതിൽ തന്നെ പറയേണ്ടത് താൻ മരിച്ചിട്ടില്ല, സെർവിക്കൽ ക്യാൻസർ ഈ ഗർഭാശയ ക്യാൻസർ തന്നെ വിഴുങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് ആ ഒരു ബോധവൽക്കരണ സന്ദേശം ഇപ്പോൾ പൂനം പാണ്ഡെ പങ്കുവച്ചിരിക്കുന്നത്. അത് ആദ്യ വീഡിയോ, 2 വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യത്തേത് 20 മിനിറ്റ് മുമ്പും രണ്ടാമത്തേത് ഒരു 15 മിനിറ്റ് മുമ്പും. ആ രണ്ടാമത്തെ വീഡിയോയിലാണ് ഇന്നലെ താൻ തന്റെ ഈ സോഷ്യൽ മീഡിയ ടീം ഇൻസ്റ്റാഗ്രാമിൽ